Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning, ma'am. Okay, അപ്പോൾ നമ്മുടെ CSP കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിസ് എടുക്കാവുന്ന ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റിലെ 6th ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിലെ 6th ചാപ്റ്റർ ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എല്ലാവർക്കും? ഇല്ല, കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. പേയ്മെന്റ് അടച്ചിട്ടുണ്ട്, വരാൻ ലേറ്റ് ആകുന്നു, എന്നാന്ന് അറിയത്തില്ല. ചിലവർക്ക് കിട്ടിയല്ലേ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവര് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവര് ലെക്ചർ നോട്ട് ആയിട്ട് കിട്ടാത്തവർ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 6th ചാപ്റ്റർ ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ? എന്തായിരിക്കാം ഔട്ട് പേഷ്യന്റ്? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഡേ അല്ലെങ്കിൽ എന്താണ്, ഒരു പേഷ്യന്റ് വന്നു, വൺ ഡേ സർവീസ് ആണ് അല്ലെ, അഡ്മിറ്റ് അല്ലാത്ത പേഷ്യൻസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണ്, ഒരു ചുമ അല്ലെങ്കിൽ എന്താണ് ഒരു ജലദോഷമൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യും? ആദ്യം നമ്മള് എന്താണ് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കും അല്ലെ. അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫാർമസിയിൽ കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യും. നമ്മുടെ നമ്പർ ആകുമ്പോ എന്താണ് ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് എക്സിറ്റ് ആയി പോകുന്നു അല്ലെ. ആ വൺ ഡേ പ്രോസസ്സിനെയാണ് നമ്മള് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മരുന്ന് വാങ്ങി അവിടെ അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്, ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. OPD മീൻസ്, അപ്പോ ചുരുക്കരൂപം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ് എന്ത്? OPD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ OPD എക്സ്പാൻഡ് OPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്ത് വെക്കണം കേട്ടോ. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് where patient come to the hospital to consult their health issues with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention and rehabilitation services. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? പേഷ്യന്റ് കം ടു ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ചുമ അല്ലെങ്കിൽ പനിയായിട്ട് വരുമ്പോ എന്താണ്, നമ്മള് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നു, ഹോസ്പിറ്റലിലോട്ട് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു അല്ലെ. ഡോക്ടറെ കണ്ട് നമുക്ക് എന്താണ്, ഇപ്പോ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് വലിയ ശരീരം വേദനയുണ്ട്, തലവേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, ചൂടിയുണ്ട്, ജലദോഷമുണ്ട് അല്ലെ. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറോട് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടർ അത് ശ്രദ്ധിച്ച് നമ്മുടെ
സിംറ്റംസുകളും ലക്ഷണങ്ങളും മനസ്സിലാക്കിയിട്ട് എന്താണ് കുറച്ച് മരുന്നുകൾ നമ്മൾക്ക് എഴുതി തരും അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ മനസ്സിലാക്കി നമ്മൾ പരിശോധിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊണ്ടുപോയിട്ട് ഫാർമസിയിൽ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് എക്സിറ്റ് ആയി പോകുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് OPD സർവീസസുകൾ ഉണ്ട്. Okay, OPD services are medical care provided on an outpatient basis that include ഏതൊക്കെയാണ് OPD സർവീസസിൽ വരുന്നത്? ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മീനിങ് വരുന്നത് ഡയഗ്നോസിസ്? എല്ലാവരും ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാട്ടോ. ഓക്കെ, ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ടാണ്. ഓക്കെ, രോഗനിർണയം അല്ലെ. OPD സർവീസസുകൾ എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അല്ലെ, രോഗനിർണയം. ഇനി നെക്സ്റ്റ് എന്താണ്, ഒബ്സർവേഷൻ. അതെന്തായിരിക്കാം ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ടല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കുറച്ചു നേരം ഒബ്സർവേഷനിൽ കിടക്കട്ടെ രോഗി എന്നൊക്കെ പറയാറുണ്ടല്ലേ. നിരീക്ഷിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, നിരീക്ഷണം. ഇനി കൺസൾട്ടേഷൻ എന്തായിരിക്കാം? ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നത് അല്ലെ, കൺസൾട്ടേഷൻ. ഇനി എന്താണ് ട്രീറ്റ്മെന്റ്? നമുക്കറിയാം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇനി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം മീനിങ്? ഇന്റർവെൻഷൻ ഇടപെടൽ. ഓക്കെ, ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ഇടപെടൽ. ഇനി ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് അല്ലെ, പുനരധിവാസ സേവനങ്ങൾ അല്ലെ, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സർവീസസുകളും ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഏതൊക്കെയാണ് OPD സർവീസസുമായിട്ട് ബന്ധപ്പെട്ടത്? താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 5 കാര്യങ്ങൾ നമുക്ക്, 5 അല്ല ഒരു 6 കാര്യങ്ങൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കാനുണ്ട് കേട്ടോ. ഏതൊക്കെയായിരുന്നു? ഡയഗ്നോസിസ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? രോഗനിർണയം എന്താണ് എന്നുള്ളത് നോക്കാം. The identification of the nature of an illness or other problems by examination of symptoms. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞപ്പോ വായിച്ചപ്പോ എന്ത് മനസ്സിലായി? The identification of the nature of an illness or other problems by examination of symptoms. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പരിശോധിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷണങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. എത്ര ദിവസമായിട്ട് തുടങ്ങിയിട്ട് അല്ലെ, ശരീരം വേദനയുണ്ടോ, ചുമയുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. സിംറ്റംസ് മനസ്സിലാക്കി എന്താണ് രോഗം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് രോഗം നിർണ്ണയിക്കുന്നു. അതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലേ? സിംറ്റംസ്, രോഗത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി എന്താണ് ഈ രോഗം വരാനുണ്ടായ ലക്ഷണങ്ങള് എന്നുള്ളത് എക്സാമിൻ ചെയ്ത് അതിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്? രോഗനിർണയം. സിംറ്റംസ് മനസ്സിലാക്കിയിട്ട് രോഗങ്ങളെ നിർണയിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഒബ്സർവേഷൻ. നിരീക്ഷിക്കാറുണ്ട് നമ്മൾ അല്ലെ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയാം. എന്താണ് നമ്മളിപ്പോ ഒരു വയറുവേദന അല്ലെങ്കിൽ ഛർദി, വയറിളക്കം ഒക്കെ ആയിട്ട് പോകുമ്പോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോ നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണം തോന്നും അല്ലെ. അപ്പോ ആ ക്ഷീണം മാറാനായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യും? ഛർദി, വയറിളക്കമൊക്കെ വരുമ്പോ ഒന്നും ചെയ്യാറില്ല. എന്താ ചെയ്യാം? ട്രിപ്പ് ഇടും ഇല്ലേ? ട്രിപ്പ് ഇടാറുണ്ടല്ലേ. ട്രിപ്പ് ഇടും. എന്നിട്ട് പറയാറുണ്ട് എന്ത്? ഇവിടെ ഒരു എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറയാം അല്ലെ. ട്രിപ്പ് ഇട്ടിട്ട് രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് രോഗി ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? ട്രിപ്പ് ഇട്ട് കിടത്തി അവിടെ ഒബ്സർവേഷൻ അല്ലെ, ഒബ്സർവേഷനിൽ ഇടാറുണ്ട്. ഏത് രോഗമായിക്കോട്ടെ അവര് ഒബ്സർവ് ചെയ്യാറുണ്ട് അല്ലെ.
നിരീക്ഷിക്കാറുണ്ട്. ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ അല്ലെ, നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കൺസൾട്ടേഷൻ? A meeting with an expert medical officer in order to seek advice. എന്താണ് ഇവിടെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആരായിരിക്കും? രോഗിയാണോ? അല്ല, ഡോക്ടർ ആണ് അല്ലെ. ഓക്കെ, എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെ. ഓക്കെ, മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു മീറ്റിംഗിനെയാണ് നമ്മൾ പറയുന്നത് കൺസൾട്ടേഷൻ അല്ലെ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ എന്താണ് നമ്മുടെ ലക്ഷണങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? പരിശോധിക്കും, അതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ തരും, നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞുതരും, ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു തരാറുണ്ട് അല്ലെ. പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരും അല്ലെ. അപ്പോ രോഗിയും ഡോക്ടറുമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു മീറ്റിംഗിനെയാണ് നമ്മൾ പറയുന്നത് കൺസൾട്ടേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ഇത് ട്രീറ്റ്മെന്റ്. The medical care given to a patient for an illness or injuries. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? രോഗം അല്ലെ, ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ രോഗം ബാധിച്ചവരെ നമ്മള് ആ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ എന്ത് കൊടുക്കാറുണ്ട്? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെ, പേഷ്യൻസിന് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇന്റർവെൻഷൻ? ഇടപെടല്. ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് ഇൻ മെഡിക്കൽ ഡിസോർഡർ. അതിനെയാണ് നമ്മൾ ഇടപെടൽ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭേദമാകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇല്ലേ, ഓരോരോ പ്രൊസീജിയറിലൂടെ. ഇപ്പോ എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ചെറിയ രോഗമായാലും വലിയ രോഗമായാലും ഓരോരോ പ്രൊസീജിയറിലൂടെയാണ് അവര് രോഗം ഭേദമാക്കുന്നത്. ആദ്യം ചികിത്സിക്കും അല്ലെ. ഇപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കി അതുപോലെ തന്നെ രോഗം കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അല്ലെ നമ്മുടെ കണ്ടീഷൻ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഒരു ഇടപെടലാണ് അല്ലെ അവിടെ നടക്കുന്നത്. രോഗിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരും തമ്മിലുള്ള ഒരു ഇടപെടലാണ് അവിടെ നടക്കുന്നത് അല്ലെ. രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭേദമാക്കുന്നതിന് വേണ്ടിയതായിട്ടുള്ള നടപടികള് ഹോസ്പിറ്റലുകാർ എടുക്കുന്നുണ്ട്. അതിനെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്? റീഹാബിലിറ്റേഷൻ അല്ലെ. റീഹാബിലിറ്റേഷൻ സർവീസസ് എന്നൊക്കെ നമ്മള് ആദ്യം മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അല്ലെ. പുനരധിവാസ സേവനങ്ങള് അല്ലെ. നോർമൽ ലൈഫിലേക്ക് ഒരു വ്യക്തിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർവീസസ് ആണ് റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്നത് അല്ലെ. ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് സംവൺസ് ടു ഹെൽത്ത് ഓർ നോർമൽ ലൈഫ് through training and therapy after illness. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സ്ട്രോക്ക് വന്ന ഒരാള്, ഫോർ എക്സാമ്പിൾ പറയാം, സ്ട്രോക്ക് വന്ന ഒരാള് തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അയാള് കുഴഞ്ഞു വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അല്ലെ. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്ത് തളർന്നു പോയിട്ടുള്ള ആളാണെങ്കിൽ അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ തെറാപ്പി അല്ലെ, എന്താണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും അങ്ങനെ അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലുകാരെ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളൊരു സർവീസും റീഹാബിലിറ്റേഷൻ സർവീസും ഹോസ്പിറ്റലിലെ ഭാഗത്തു നിന്ന് രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? OPD സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് പറഞ്ഞത്? ഡയഗ്നോസിസ് പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു, കൺസൾട്ടേഷൻ പറഞ്ഞു, ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഇന്റർവെൻഷൻ, ലാസ്റ്റ് വൺ റീഹാബിലിറ്റേഷൻ സർവീസസ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. OPD എന്താണ് അതിന്റെ എന്താ ഷോർട്ട് ഫോം അല്ലെങ്കിൽ എന്താണ് അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. അതുപോലെ തന്നെ സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്നോസിസ് എന്താണ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോ ആ ലൈൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം എന്താണെന്നുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അല്ലെ, ഓരോ പേഷ്യൻസിനും ക്വാളിറ്റി ഉള്ള നല്ല ഗുണനിലവാരമുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റുകൾ. ഇപ്പൊ പഴയകാല രീതികളൊക്കെ മാറിയിട്ട് പുതിയ കാല ടെക്നോളജീസ്, പുതിയ കാല സർവീസസുകൾ, ഇന്നോവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. എന്താ ടെക്നോളജീസിലായാലും ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസസുകളിലായാലും എന്താണ് പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് അസുഖം, എന്ത് സിംറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ രോഗത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ടെക്നോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ മോഡേൺ ടെക്നോളജീസും അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ? സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കാം മീനിങ് വരുന്നത്? എന്തായിരിക്കാം? തൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി അല്ലെ, സംതൃപ്തി. ഓക്കെ, അപ്പോ പേഷ്യന്റിന്റെ സംതൃപ്തിയും അവിടെ സംതൃപ്തി നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുത്ത് നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് OPD സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, ഗുഡ് പബ്ലിക് റിലേഷൻസ്. എന്താണ്, പബ്ലിക്കുമായിട്ട് അല്ലെ, അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആവാം, അതുപോലെ തന്നെ അവിടെ വരുന്ന പല പേഷ്യൻസും ഉണ്ടാവാം അല്ലെ, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, പല പല ഇൻവെസ്റ്റിഗേഷൻ ആയാലും ട്രീറ്റ്മെന്റിനായാലും മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സിംറ്റംസ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഗുഡ് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ദി സ്കോപ്സ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇനി സ്കോപ്പ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. ഇതൊക്കെയാണ് കൺസൾട്ടേഷൻ, നല്ല രീതിയിലുള്ള കൺസൾട്ടേഷൻ. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കാം? ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എൻക്വയറി, കണ്ടുപിടുത്തം, അന്വേഷണം. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് അതിനോട് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം ഹോസ്പിറ്റലുകളില്? ഇങ്ങനെയൊക്കെ ആയിരിക്കാം രോഗങ്ങളെ കണ്ടുപിടിക്കുന്നത്. വെരി ഗുഡ്. എന്താ, ബ്ലഡ് ടെസ്റ്റ് വഴി, അതുപോലെ പല സ്കാനുകൾ വഴി ഇല്ലേ? CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്, യൂറിൻ ടെസ്റ്റ് അല്ലെ, അങ്ങനെ പല ടെസ്റ്റുകൾ വഴി നമുക്ക് എന്താണ് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റുകള്, ലാബ് ടെസ്റ്റുകള്, സ്കാനുകളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ടെസ്റ്റുകള് അതുപോലെ തന്നെ സ്കാനുകൾ എന്നാണ് മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് കേട്ടോ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ എന്താണ് കൺസൾട്ടേഷൻ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല പല ഇൻവെസ്റ്റിഗേഷനിലൂടെ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൊസീജിയറിലൂടെയാണ് അല്ലെ, ഓരോരോ പ്രൊസീജിയർ ഉണ്ടാവും രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പല പല ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെ നടപടികളിലൂടെ വേണം നമ്മുടെ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഇത് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടതായിട്ടും ഇത് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും എന്താണ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സർവീസുകൾ അല്ലെ, കേസുള്ള രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് നമ്മൾ ഹെൽത്ത് കെയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള സർവീസസുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്, OPD കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള കെയർ ആണ് ഇവിടെ കൊടുക്കുന്നത്, ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്സ് ഡയബറ്റിക്സ് ആൻഡ് ആന്റിനേറ്റൽ. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ? ആരായിരിക്കാം? ആരായിരിക്കാം? ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? അറിയില്ല. ഓക്കെ, പ്രഗ്നന്റ് കേട്ടോ. ഓക്കെ, പ്രഗ്നന്റ് ലേഡീസ് കേട്ടോ. ഓക്കെ, പ്രഗ്നന്റ് വുമൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ആന്റിനേറ്റൽ കെയർ അവരുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ ഡയബറ്റിക്സ് അല്ലെ, പ്രമേഹ രോഗികൾ. അപ്പൊ അവർക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസുകള്, അതുപോലെ സർവീസുകളൊക്കെ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ സർവീസസുകള്, പ്രിവെന്റീവ് ആയിട്ടുള്ളത്, രോഗങ്ങൾ ഇപ്പൊ കൊറോണ ഒക്കെ വരുമ്പോ എന്താണ് അതിന് തടയാനായിട്ടുള്ള, പടർന്നു പിടിക്കുന്ന രോഗങ്ങളായതുകൊണ്ട് തന്നെ അത് തടയാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസസ്. നമുക്കറിയാം എന്താണ് പുനരധിവാസ സേവനങ്ങൾ അല്ലെ. ഒരാളിപ്പോ സ്ട്രോക്ക് വന്ന ഒരാള്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റിലൂടെയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന എന്താണ് ഫിസിയോതെറാപ്പികൾ, പല രീതിയിലുള്ള തെറാപ്പികളിലൂടെ അല്ലെ, എക്സസൈസ് വഴിയും അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ സർവീസസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്കറിയാം എന്താണ് ഇപ്പൊ ഡോക്ടേഴ്സ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് ഡയറ്റ് പ്ലാൻ, ഇന്ന ട്രീറ്റ്മെന്റ് എടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ക്യാൻസർ രോഗികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കീമോ ചെയ്യണം. അപ്പൊ ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനൊരു ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഇനി എന്തൊക്കെ മരുന്നുകൾ ചെയ്താൽ ഇത് മാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രോഗം എങ്ങനെയാണ്, രോഗത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങള് നമ്മള് ആര് പറഞ്ഞു തരാറുണ്ട്? ഹോസ്പിറ്റൽസുകാര് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അങ്ങനെയുള്ളതുമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ സ്കോപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, അതുപോലെ റീഹാബിലിറ്റേഷൻ സർവീസസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് OPD വരുന്നത്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ് ലൊക്കേഷൻ? നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തിനു പഠിച്ചു? CST പഠിച്ചപ്പോഴും പഠിച്ചു, അതുപോലെ ആക്സിഡന്റ് എമർജൻസി പഠിച്ചപ്പോഴും അതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ, ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ഇനി OPD പഠിക്കുമ്പോഴും OPDനെ സംബന്ധിച്ച് എന്തുണ്ട്? ലൊക്കേഷൻ ഉണ്ട്.
ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അപ്പൊ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD ഉള്ളത് ഇല്ലേ? നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും OPD അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? കാണാത്തവര് ശ്രദ്ധിക്കാം, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ OPD ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് എന്നുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി നോക്കാം, കാണാത്തവരെ ശ്രദ്ധിക്കാത്തവര് കേട്ടോ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അല്ലെ. പിന്നെയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട്, അല്ലെങ്കിൽ നമ്മള് കാണുമ്പോ നമുക്ക് ഇത് ഞാൻ പഠിച്ചതാണല്ലോ അല്ലെ, ഒരു സന്തോഷം, ഒരു നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോ ശ്രദ്ധിക്കാം OPD ലൊക്കേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആക്സിഡന്റ് എമർജൻസി പഠിച്ചു, കാഷ്വാലിറ്റിയുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചല്ലേ. അപ്പൊ ഇനി കാഷ്വാലിറ്റി കാണുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം, എന്തൊക്കെയുണ്ട് അതിന്റെ ഉള്ളിൽ, എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ സ്റ്റേഷൻ, നഴ്സിംഗ് സ്റ്റേഷൻ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, എന്തെല്ലാം കാര്യങ്ങളും കേട്ടോ പോകുമ്പോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലൊക്കേഷൻ ഓഫ് OPD ആണ്. അപ്പൊ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഷുഡ് ഷെയർ വിത്ത് IPD. IPD എന്തായിരിക്കും? ഫുൾ ഫോം പറയാൻ പറ്റുമോ? OPD എന്തായിരിക്കാം? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോ IPD എന്ന് പറഞ്ഞാല് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ഇവിടെ പറയുന്നത് എന്താണ്? ഷുഡ് ഷെയർ വിത്ത് IPD. OPDയും IPDയും കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അതിന്റെ ലൊക്കേഷൻ ഉണ്ടാകുന്നത് കേട്ടോ. രണ്ടും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതിലായിരിക്കും, കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ലൊക്കേഷൻ OPDയുടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ്? പല ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് അല്ലെ. ലാബ് ടെസ്റ്റുകള്, എക്സ്റേസ്, സ്കാനുകള്, അതൊക്കെ എവിടെ ഉണ്ടാകുന്നതാണ് പറയുന്നത്? ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും സൗകര്യങ്ങളൊക്കെ OPDയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പല രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസും OPDയിൽ ഉണ്ട്. ഇനി എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. അതിന്റെ ഫ്ലോ പോകുന്നത്, OPDയുടെ ഫ്ലോ പോകുന്നത് എങ്ങനെയാണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. നമ്മൾ എവിടെയാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? സിംഗിൾ ഡയറക്ഷൻ അല്ലെ, ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് OPDയിൽ ഒരു ക്രമം ഉണ്ട് അല്ലെ. നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലോട്ട് വരുന്നു, നമ്മുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, പ്രിസ്ക്രിപ്ഷൻ തരുന്നു, നമ്മൾ ഫാർമസിയിലോട്ട് പോകുന്നു, ടോക്കൺ എടുക്കുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് എന്താണ് ഫാർമസിയിൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് മരുന്ന് വാങ്ങി തിരിച്ചു പോകുന്നു. ആ ക്രമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഒരു ഫ്ലോയില്, ഒരു സിംഗിൾ ഫ്ലോയില് അല്ലെ, ഒരേ ഡയറക്ഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതാണ് അവിടെ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു സിംഗിൾ ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത്, ഒരു ക്രമമുണ്ട് OPDയിൽ കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല്? എക്സ്പാൻഷൻ എന്തായിരിക്കാം? എക്സ്പാൻഡ് പറയാറുണ്ടല്ലോ നമ്മള്. എക്സ്പാൻഡ് വിപുലമായ അല്ലെ. ഓക്കെ, അപ്പൊ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല് വിസ്തൃതിയുണ്ട്. വിസ്തൃതി, വിപുലമായിട്ടുള്ള ധാരാളം സ്പേസുകൾ എവിടെയുണ്ട്? നമ്മുടെ OPDയിൽ ഉണ്ട് അല്ലെ. കുറേ അധികം ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോ പണ്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലെയാണോ ഇപ്പോഴുള്ള ഹോസ്പിറ്റല്? OPD വിഭാഗമൊക്കെ എങ്ങനെയാണ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടുള്ള പോലെയാണോ? ഇപ്പൊ എന്താണ്? പല ഫെസിലിറ്റീസും, പല സൗകര്യങ്ങളും, പല സർവീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് പറയുന്നത് വിസ്തൃതി അല്ലെ. വിപുലമായിട്ടുള്ള ഒരു വിസ്തൃതിയുണ്ട്, പല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പല സൗകര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ലൊക്കേഷനിൽ വരുന്നത്.
എന്താണ് ലൊക്കേഷൻ? OPDയുടെ ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. IPDയുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രോഗങ്ങളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല ടെസ്റ്റുകൾ, എക്സ്റേ, സ്കാനുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ഫ്ലോ ഉണ്ട് അല്ലെ, യൂണിഡയറക്ഷണൽ ഫ്ലോ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ലൊക്കേഷൻ ഒക്കെയാണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഏരിയ ഓഫ് OPD. ഈ വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഏരിയാസ് എന്ന് പറയുന്നത്? പാരന്റ് ഏരിയയിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ പാരന്റ് ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ക്ലിനിക്കൽ ഏരിയാസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ് ഏരിയയിൽ എന്തൊക്കെ വരും എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം മൂന്നും കൂടി മിക്സഡ് ആക്കിയിട്ട് തരും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. പാരന്റ് ഏരിയയിൽ എന്തൊക്കെ, പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ആര് വായിക്കും? പേഷ്യന്റ് ഏരിയ. ആര് വായിക്കാം? ഓക്കെ, ഫെമിന. Entrance, Ah. reception, Reception, registration, record room, waiting area, snack bar, snack bar ഉണ്ട്, ATM machine, etc. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത്. ഓക്കെ, റെക്കോർഡ് റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? റെക്കോർഡ് റൂം എന്ന് പറഞ്ഞാല് റെക്കോർഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ്സുകളൊക്കെ, ഫയലും റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ള റൂമിനെയാണ് റെക്കോർഡ് റൂം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആരുമായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആദിത്യ. Administration office, public relation office, accounts, billing, security, transport, store room. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ വരുന്നത് അല്ലെ, ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ക്ലിനിക്കൽ ഏരിയാസിൽ, ക്ലിനിക്കൽ ഏരിയയിൽ ആരെ വായിക്കാം? എന്തൊക്കെ ഉണ്ടാവും? ഓക്കെ, Consultation, കൺസൾട്ടേഷൻ, examination room, dressing room, physiotherapy, blood bank, റേഡിയോളജി. ഇത്തരം കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഏരിയാസിൽ വരുന്നത്. എക്സാമിനേഷൻ റൂം എന്താണെന്ന് അറിയോ? എന്താണ് എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്? നമ്മുടെ ഡോക്ടറിന്റെ എന്താണ് ആ ഏരിയയിൽ, അല്ലെങ്കിൽ ഡോക്ടറുടെ റൂമിൽ ഒരു ഇല്ല, അറിയില്ല. എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ ഒരു റൂം ഉണ്ടാവും അല്ലെ. അവിടെ എന്താണ്, ചിലപ്പോ ഒരു കർട്ടൻ ഇട്ട് മറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വേറൊരു റൂം ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗിയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ കിടത്തി പരിശോധന അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ തന്നെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് റൂം, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇതൊക്കെ ബ്ലഡ് ബാങ്ക്, റേഡിയോളജി ഒക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ, അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കും, അടുത്ത മോഡ്യൂളിൽ. ബ്ലഡ് ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് എടുത്തു തുടങ്ങിയോ? ഇല്ല. ഓക്കെ, ഇനി നോക്കിയേ, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. എങ്ങനെയാണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് എക്സിറ്റ് ആയി പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ആ ഫ്ലോ വായിച്ചു നോക്കാം കേട്ടോ.
അയച്ചു കഴിഞ്ഞാൽ തമ്പിടാം. അയച്ചു കഴിഞ്ഞു. ക്ലിയർ ആയി? ആർക്ക് പറയാൻ പറ്റും? ഫ്ലോ ചിത്ര പറയാൻ പറ്റുമോ? എൻക്വയറി. എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പോയി നമുക്ക് ഏത് ഡോക്ടർ ഉണ്ട്, നമുക്ക് വേണ്ട ഡോക്ടർ, അങ്ങനെയുള്ള എൻക്വയറി നമുക്ക് ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യും. നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യുന്നു, പേര് വയസ്സൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു. വെയിറ്റിംഗ് ഹാൾ, ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വെയിറ്റിംഗ് ഹാൾ. ആണോ ടീച്ചർ? ശരിയാണോ? കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. കൺസൾട്ടേഷൻ റൂം, ഡോക്ടറെ കാണാനായിട്ട് പോകുന്ന റൂം, ഡോക്ടർ ഇരിക്കുന്ന റൂമാണ് കൺസൾട്ടേഷൻ റൂം. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, എന്തായിരിക്കാം? ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ലാബ്. ഫാർമസി, മെഡിസിൻ കിട്ടുന്നതാണ് ഫാർമസി. എക്സിറ്റ്, പുറത്തിറങ്ങും, കാണിച്ചിട്ട് പുറത്തിറങ്ങാം ഹോസ്പിറ്റലിൽ. ഇനി വേറെ ആർക്ക് പറയാൻ പറ്റും? നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വേറെ ആർക്ക്? സൗമ്യ സുരേഷ്. ഇല്ല. ലിജി. ആൻമരിയ. ഹലോ. ഓക്കെ, ലിജി പറഞ്ഞോളൂ കേട്ടോ. എൻക്വയറി, അന്വേഷണങ്ങള്, രജിസ്ട്രേഷൻ, നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കയറാം. വെയിറ്റിംഗ് ഹാൾ, ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കൺസൾട്ടേഷൻ റൂം, കൺസൾട്ടേഷൻ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ലാബ്, മറ്റ് ഡയഗ്നോസിസ്, അതൊക്കെ. പിന്നെ ഫാർമസി, മെഡിസിൻസ് വാങ്ങിച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടുപേര് പറഞ്ഞപ്പോ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡോക്ടറെ കാണാനായിട്ട്, അല്ലെ, ഡോക്ടർ ഉണ്ടോ, ഇപ്പൊ ഡോക്ടർ ഇരിക്കും എന്നൊക്കെ പോയിട്ട് നമ്മൾ അന്വേഷിക്കും, അല്ലെ, എൻക്വയറി നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് നമ്മുടെ നമ്പർ ആകുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകുന്നു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ലക്ഷണങ്ങള്, രോഗങ്ങളൊക്കെ പറയുമ്പോ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറയും, അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പോകുന്നത്? ലാബിലേക്ക് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും അങ്ങനെ ഡോക്ടർ പറയുകയാണെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മള് വീണ്ടും ഡോക്ടറെ കണ്ട് റിസൾട്ട് കാണിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നു, അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫാർമസിയിലോട്ട് പോയി ഡോക്ടറുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ നമ്പർ ആകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്ത് മരുന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അതിനുശേഷം എക്സിറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒപിഡിയുടെ പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കാം. ഓരോന്നും ചിലപ്പോ ഇടകലർത്തി തരാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫ്ലോ ചിലപ്പോ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എഴുതിയിട്ടുണ്ടാവാം. ബാക്കി നമ്മൾ ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഫ്ലോ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് എക്യുപ്മെന്റ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ഉണ്ട്. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്യുപ്മെന്റ് എന്തായിരിക്കാം? എന്താണ്? ക്ലിയർ ആയില്ല. ഉപകരണങ്ങൾ. ഓക്കെ, ഉപകരണങ്ങൾ. ഓക്കെ ഓക്കെ, 1 മിനിറ്റ് മിസ് ഒന്ന് മ്യൂട്ട് ആക്കട്ടെ. ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല പറയുന്നത്. ഓക്കെ, അപ്പോ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് ഉപകരണങ്ങളാണ്, അല്ലെ. ഓക്കെ, അപ്പൊ ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം നടത്തുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. മോണിറ്ററിംഗ്, നിരീക്ഷിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള. പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ 4 ബോക്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഏതാണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്? ഐഡന്റിഫൈ ദ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ മോണിറ്ററിംഗ് എക്യുപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഇതായിരിക്കണം. കറക്റ്റ് ആയിട്ട് ഓരോന്ന് പഠിച്ചു വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. BP അപ്പാരറ്റസ്, അതറിയാൻ പറ്റുമല്ലോ. BP ചെക്ക് ചെയ്യുന്ന മെഷീനാണ്, അല്ലെ. ചെക്ക് ചെയ്തിട്ടുണ്ടോ BP? എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെ, ഏതെങ്കിലും സാഹചര്യത്തില്. ഓക്കെ, അപ്പൊ BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞാല് BP നോക്കുന്ന മെഷീൻ.
ഇനി എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി അറിയാലോ? എൻഡോസ്കോപ്പി ആർക്കെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ എൻഡോസ്കോപ്പി? ഇല്ല, ആർക്കും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇപ്പോ വയറ് സംബന്ധിച്ച അസുഖങ്ങളോ അല്ലെങ്കിൽ കഠിനമായ വയറുവേദന, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോസ്കോപ്പിക്ക് ഡോക്ടർ എഴുതി തരും അല്ലെ, എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ്? വായിലൂടെ കുഴലിറക്കിയിട്ട് ആണ് അത് ചെയ്യുന്നത്. അതൊക്കെ അറിയോ നിങ്ങൾക്ക്? എൻഡോസ്കോപ്പി ആർക്കെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ വീട്ടിൽ ആർക്കെങ്കിലൊക്കെ. ഓക്കെ, അതാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ രോഗം നിർണ്ണയിക്കുന്നതിനായിട്ട് എന്താണ് വയറ്റിൽ എന്താണ് അസുഖം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് പോർട്ടബിൾ എക്സ്റേ. എന്താണ് പോർട്ടബിൾ എന്ന് പറഞ്ഞാല്? പോർട്ടബിൾ എന്തായിരിക്കാം പോർട്ടബിൾ മീനിങ്? പോർട്ടബിൾ എന്ന് പറഞ്ഞാല് മൂവബിൾ. ഓക്കെ, മൂവബിൾ. നമ്മൾ എന്താണ് സാധാരണ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അവിടെ പോയിട്ട് ഇപ്പൊ കാലൊടിക്കുകയോ കൈയൊടിക്കുകയോ എല്ല് പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ പറയും പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വരും, എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എക്സ്റേ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ മൂവബിൾ അല്ലെങ്കിൽ പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാല് രോഗി എവിടെയാണോ അവിടേക്ക് വന്ന് അവർ എക്സ്റേ എടുത്തിട്ട് പോകും. രോഗിക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ റൂമിൽ കിടക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് അവര് പോകും. മനസ്സിലായോ? അതാണ് മൂവബിൾ എക്സ്റേ. ഇനി അതുപോലെ തന്നെയാണ് പോർട്ടബിൾ USG. എന്താണ് USG? ഇതിൽ ഫുൾ ഫോം USG എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഫുൾ ഫോം? എന്തായിരിക്കാം? USG അൾട്രാ സോണോഗ്രഫി. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അൾട്രാസൗണ്ട് അല്ലെ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവർക്ക് മാത്രമല്ല ചെയ്യും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണ് കുഞ്ഞിന്റെ പൊസിഷൻ, അതുപോലെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കാനിങ്ങിന് പോകുന്നത് അല്ലെ. അപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ചെയ്യുന്നത് എന്താണ്? അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ സ്ക്രീനിന്റെ പുറത്തൊരു ജെല്ല് പറ്റിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? ആ മെഷീൻ വെച്ച് പ്രസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. മനസ്സിലായോ? അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ USG അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ USG എന്ന് പറഞ്ഞാല് ഫുൾ ഫോം എഴുതി വെക്കാൻ എന്താണ്? അൾട്രാ സോണോഗ്രഫി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്കോ. കേട്ടിട്ടുണ്ടാവുമല്ലോ എക്കോ എന്ന് പറഞ്ഞാല്. എന്താ എക്കോ? ഹാർട്ട് അല്ലെ. ഓക്കെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, അപ്പോ ഹാർട്ടിന്റെ സ്കാൻ ആണ് എക്കോ അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്താ? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം കേട്ടോ. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നത്. ഏതൊക്കെയാണ് രോഗനിർണയം നടത്താനായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത്? BP apparatus ഉണ്ട്, എൻഡോസ്കോപ്പി, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. ഇനി നെക്സ്റ്റ് ആണ് തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ്? നെബുലൈസർ. എന്തിനു ഉപയോഗിക്കുന്നു നെബുലൈസർ? കേട്ടിട്ടുണ്ടാവുമല്ലോ നെബുലൈസർ. നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്താണ് നെബുലൈസേഷൻ ചെയ്യാറുണ്ടോ? ആവി പിടിക്കാനല്ലേ, ആസ്മയുള്ളവർക്കൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ് ലാറിംഗോസ്കോപ്പി? എന്താണ് ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയോ ലാറിംഗോസ്കോപ്പി? ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ലാറിംഗോസ്കോപ്പി? ഇല്ല. ഓക്കെ, ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ തൊണ്ടയില് എന്തെങ്കിലും മുഴകള്, ക്യാൻസറിന്റെ അല്ലാതെയുള്ള എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടാവുമല്ലോ,
അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി പോലെ തന്നെയാണ്. നമ്മുടെ എന്താണ് ആദ്യം എന്ത് ചെയ്യുന്ന നമ്മുടെ വായുടെ സ്പ്രേ അടിക്കും. സ്പ്രേ അടിച്ചിട്ട് ഒരു തരിപ്പ് പോലെ ഉണ്ടാവും. ആ തരിപ്പിലൂടെ ഈ കുഴലിറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, വേദന അല്ലെങ്കിൽ അവരോടൊക്കെ പൊട്ടാൻ. അപ്പൊ വേദന എടുക്കും നമുക്ക്. അപ്പൊ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്പ്രേ അടിച്ചിട്ടാണ് നമ്മുടെ തൊണ്ടയിലോട്ട് ഇത് ഈ കുഴലിറക്കുന്നത്. ഓക്കെ, ഇതിന്റെ ടിപ്പിൽ ഒരു ക്യാമറ ഉണ്ടാവും. അപ്പൊ നമ്മുടെ തൊണ്ടയില് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനില് ഡോക്ടറുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ENT ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ENT ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല് തൊണ്ടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, മുഴകള് ഉണ്ടെങ്കിൽ, ക്യാൻസർ അല്ല അതുപോലത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കുഴല് പോലെ ഇറക്കിയിട്ട് അത് കണ്ടുപിടിക്കുന്നതാണ് ലാറിംഗോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ബ്രോഞ്ചോസ്കോപ്പ്. ഓക്കെ, ബ്രോഞ്ചോസ്കോപ്പി എന്തായിരിക്കാം? ബ്രോഞ്ചോസ്കോപ്പി എന്ന് പറഞ്ഞാല് ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എന്താണ് ഇത്? ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത് ഓക്കെ, ശ്വാസ തടസ്സം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ബ്രോഞ്ചോസ്കോപ്പി എന്ന് പറഞ്ഞാല്. ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഫം, അതുപോലെ ചിലർക്ക് ന്യൂമോണിയ അല്ലെ, ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ആവാം. ന്യൂമോണിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ അത് എന്താണ്? ന്യൂമോണിയ, കഫം, അങ്ങനെയുള്ള അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത് ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ്. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ ഫസ്റ്റ് വൺ ആണ്. എന്താ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ? എന്തായിരിക്കാം പൾസ് ഓക്സിമീറ്റർ? പൾസ് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ ഫിംഗറിൽ എന്ത് ചെയ്യും? മിഷൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് കാർഡിയാക് മോണിറ്റർ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയാക് മോണിറ്റർ? കാർഡിയാക് മോണിറ്റർ ഹാർട്ടുമായിട്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ECG മിഷൻ അറിയാലോ? ECG മിഷൻ അതിന്റെ ഫുൾ ഫോം എന്താ? ECG എന്ന് പറഞ്ഞാല് ഇലക്ട്രോ കാർഡിയോഗ്രഫി. ഓക്കെ, ഇലക്ട്രോകാർഡിയോഗ്രഫി. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, കാർഡിയാക് മോണിറ്റർ ഉണ്ട്, ഇലക്ട്രോകാർഡിയോഗ്രഫി. ഓക്കെ, ECG ചെക്ക് ചെയ്യാറുണ്ടല്ലേ നമ്മളിപ്പോ നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ എന്താണ് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോ അവര് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട് അല്ലെ? സർജറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ പറയാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഇൻസ്ട്രുമെന്റ്സ്. ഏതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? IV സെറ്റ്. എന്താണ് IV എന്ന് പറഞ്ഞാല്? IV എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? IV ട്രിപ്പ് ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതാണ് എന്ത്? IV കാനുല. കാനുല എന്ന് കേട്ടിട്ടുണ്ടോ? ട്രിപ്പ് ഇടാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അതാണ് IV കാനുല എന്ന് പറയുന്നത്, ട്രിപ്പ് ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഓക്കെ, ട്രക്കോസ്റ്റോമി. ഓക്കെ, ട്രക്കോസ്റ്റോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ശ്വസനനാള ശാസ്ത്രക്രിയ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ.
ഓക്കെ, ശ്വസനനാള ശാസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ട്രക്കോസ്റ്റോമി എന്ന് പറയുന്നത്. ശ്വസനനാള ശാസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ലാസ്റ്റ് വൺ ആണ് എന്ത്, ഇൻസ്ട്രുമെന്റ് ട്രോളി. അതറിയോ ഇൻസ്ട്രുമെന്റ് ട്രോളി? ട്രോളി കേട്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടാ? ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്താണ് ട്രോളി എന്ന് പറഞ്ഞാല്? ഉപകരണങ്ങൾ വെച്ചിട്ടല്ലേ. ഇപ്പോ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നഴ്സുമാര് വരും അല്ലെ, ആന്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ മരുന്നുകളൊക്കെ ഇട്ട് വരും. എന്താ ആ സെക്ഷനിലുള്ള കുട്ടികൾക്കായാലും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കായാലും മരുന്നുകളൊക്കെ ഇട്ട് എന്താണ് ഒരു ട്രോളി അല്ലെ, ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു എന്താ പറയാ, ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു വണ്ടി, അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രോളി അല്ലെ. അപ്പൊ ഇഞ്ചക്ഷൻസ്, മരുന്നുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപകരണങ്ങള്, എക്യുപ്മെന്റ്സുകൾ വെച്ചിട്ട് അവര് ഉന്തിക്കൊണ്ട് ഇങ്ങനെ വരാറുണ്ട് അല്ലെ. അതിനെയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. പല മരുന്നുകള്, പല ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ് ട്രോളി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. 3 കാര്യങ്ങളാണ്. IV സ്വിച്ച് ഉണ്ട്, ട്രാക്കോസ്റ്റോമി ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പോ 4 കാര്യങ്ങൾ, 4 ബോക്സുകളിലാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്? ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ഉണ്ട്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ഉണ്ട്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പി, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ, ഇത്തരം കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക്കില് ബന്ധപ്പെട്ടത്, ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി തെറാപ്യൂട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? നെബുലൈസർ ഉണ്ട്, അതുപോലെ ലാറിംഗോസ്കോപ്പ്, അതുപോലെ തന്നെ ബ്രോഞ്ചോസ്കോപ്പ്. ഇനി എന്താണ്? മോണിറ്ററിംഗ്. മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, അതുപോലെ കാർഡിയാക് മോണിറ്റർ ഉണ്ട്, ECG മെഷീൻ ഉണ്ട്. 3 കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് IV സെറ്റ്, ട്രക്കോസ്റ്റോമി, അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രോളി. ഓക്കെ, ഓരോ ബോക്സിലുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുക. അതുപോലെ അടുത്ത ബോക്സുകളുണ്ട്. ഏരിയാസ്, പേഷ്യന്റ് ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ട്, ക്ലിനിക്കൽ ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ ലൊക്കേഷൻ. ഓക്കെ, അതുപോലെ ഓരോ കാര്യങ്ങളും സർവീസുകൾ, OPD കൊടുക്കുന്ന സർവീസുകളാണ് ഡയഗ്നോസ്റ്റിക്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. ഇവ ഓരോന്നും ചോദിക്കാറുണ്ട്. ഓരോന്നും എന്താണ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എന്താണ് കൺസൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിച്ച് പഠിക്കാം. ഓരോ ലൈനിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.